അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു ഇഫ്താർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബണ്ണുമായിട്ടാണ്. വേറൊന്നുമല്ല, സ്റ്റഫ്ഡ് ബൺസാണിത്. ഇത് കണ്ടോ, ബീഫ് ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള സ്റ്റഫ്ഡ് ബൺസാണ്. ഞാനിത് ഓവനിലൊന്നുമല്ല കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, നമ്മുടെ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള സ്റ്റഫ്ഡ് ബൺസാണിത്. നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഫ്ഡ് ബൺസ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതും സ്റ്റൗ ടോപ്പിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ബൺസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു ഇഡ്ഡലി തട്ട് വേണം. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനും വേണം. ആദ്യം ഞാൻ 1/4 കപ്പ് നല്ല ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലോട്ട് ഞാൻ ബട്ടർ ചേർക്കണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ബട്ടറാണ്. നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് വേണ്ടത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഇരുന്നിട്ട് മെൽറ്റായി വരട്ടെ. ഇവിടെ ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഈ മൈദയിലോട്ട് നമുക്ക് 1 മുട്ട ചേർക്കാം. ഈ മുട്ടയുടെ എഗ് വൈറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എഗ് യോക്കാണ് ചേർക്കേണ്ടത്. ഈ എഗ് വൈറ്റ് ഞാൻ എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എഗ് വൈറ്റ് മുഴുവനായിട്ട് മാറ്റി വയ്ക്കുന്നില്ല, ഇതൊന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്, പകുതി എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഈ മൈദയുടെ മിക്സിലോട്ട് ചേർക്കണേ. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. യോഗട്ട് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർക്കണേ. 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂണാണിത്. 4 ടേബിൾ സ്പൂൺ ചേർക്കാം, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം. എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആട്ടോ ചേർക്കുന്നത്, 1/4 കപ്പ് മുഴുവൻ ചേർക്കുന്നില്ല. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഞാൻ പാലും ബട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. കുറേശ്ശെയായിട്ട് ഈ മിക്സ് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഈ മിക്സ് തേഞ്ഞില്ലാന്ന് വരികയാണെങ്കിൽ നമുക്കിതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോയാക്കി മാറ്റണം. ഇനി നമുക്ക് മൈദ തൂവിയിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് മൈദ തൂവുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ നമ്മുടെ മിക്സ് മാറ്റിയാണേ. ഇനി നമുക്കിത് 2 കൈ ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റായി വരുന്നത് വരെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റിക്കി ആയിട്ടുള്ള ഡോയൊക്കെ മാറി ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത്. ഇനി ഇതിനെ നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നേരത്തെ ഞാൻ മിക്സ് ചെയ്യാനെടുത്ത അതേ മിക്സിംഗ് ബൗൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ നമ്മുടെ ഡോ വെച്ചിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 1 മണിക്കൂർ, അല്ലെങ്കിൽ ഇത് ഡബിൾ സൈസ് ആയി വരുന്നത് വരെ നമ്മുടെ മിക്സ് വയ്ക്കാം കേട്ടോ. ഡബിൾ സൈസ് ആയി വരട്ടെ. കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. മസാല റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് ഞാൻ സവാള ചേർത്തിരിക്കുകയാണ്. 2 വലിയ സവാള ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10ഓളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ വഴച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് വേണ്ടിയിട്ടുള്ള ബീഫ് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടത്. ഞാനിവിടെ ഓൾറെഡി ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറീഡ് ബീഫാണ്. കറിയിൽ ബാക്കി വന്നിട്ടുള്ള 1/2 കപ്പ് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് ബീഫാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മഞ്ഞളും ഉപ്പും ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേണം ബീഫ് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ബീഫാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് ബീഫ് എടുക്കണം കേട്ടോ. ഇനി ഈ ബീഫിനെ ഞാനൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ 1 തക്കാളി ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് ചെറിയൊരു തക്കാളി കേട്ടോ. നന്നായിട്ട് വഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് മസാല പൗഡറുകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി കുറച്ചിരിക്കട്ടെ. കുരുമുളക് പൊടിയുടെ ഒരു കുത്തലുണ്ടാകുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ച് മസാല ഇട്ട് ഉണ്ടാക്കുന്നത്, എന്നാലും ഈ മസാല പൗഡേഴ്സൊക്കെ പാടെ ചേർക്കുമ്പോഴേക്കും നല്ല സ്പൈസി ആവും. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർക്കാം. നന്നായിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഈ പൗഡറിൻ്റെയൊക്കെ ഒരു റോ സ്മെല്ല് പോകട്ടെ.
അതുവരെ നമുക്കിതിനെ വഴറ്റണം. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഞാൻ മാറ്റുകയാണ്. ഒരുപാട് ബീഫ് മസാലയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ സ്റ്റഫ്ഡ് ബൺസിലോട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയില കൂടെ ചേർക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്റ്റഫ്ഡ് ബണ്ണിലോട്ട് വേണ്ടിയിട്ടുള്ള ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ബീഫ് മസാലയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ചിക്കൻ മസാലയോ മട്ടൺ മസാലയോ ഒക്കെ ഉണ്ടാക്കട്ടോ. അപ്പോൾ നമുക്ക് ഏത് നോൺ വെജിറ്റേറിയൻ ഐറ്റം കിട്ടുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇത് 1 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ മിക്സാണ്. നമ്മുടെ ഈ മിക്സ് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരേ വലിപ്പത്തിലുള്ള മാവുകളാക്കിയിട്ട് മാറ്റണം. ഞാനിത് നേരത്തെ കുഴച്ചെടുത്ത കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇങ്ങനെ കുഴച്ച് എടുത്തിട്ടുള്ള നമ്മുടെ മിക്സാണിത്. ഇത് നമുക്ക് ഒരേ സൈസിലുള്ള മാവുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഇതിന് 8 മാവുകളാണ് ആക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എടുത്ത ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് 8 സ്റ്റഫ്ഡ് ബൺസ് ഉണ്ടാക്കാം. ഞാനിവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇഡ്ഡലി തട്ട് നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ബണ്ണ് സ്റ്റഫ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മാവ് എടുത്തിട്ടുണ്ട്. ബീഫ് മസാല ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യണേ. 1-2 ടേബിൾ സ്പൂൺ സ്പ്രെഡ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഈ മസാല കവർ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ബണ്ണ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മസാല കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഗ്രീസ് ചെയ്ത് ഇഡ്ഡലി തട്ടിൽ വയ്ക്കുകയാണ്. ഇനി അടുത്ത മാവ് എടുക്കാം. ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇതിൽ ഞാൻ മസാല വയ്ക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ മസാലയാണ് ഞാൻ വയ്ക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് സ്റ്റഫ്ഡ് ഇഡ്ഡലിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നില്ലേ? ആ സ്റ്റഫ്ഡ് ഇഡ്ഡലിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ മസാലയുടെ മിക്സ് തന്നെ കേട്ടോ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല മസാലയാണ്, നല്ല ടേസ്റ്റുള്ള മസാലയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബണ്ണ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 ഇഡ്ഡലി തട്ടിലും നമ്മുടെ ബൺസിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങാൻ വേണ്ടി വയ്ക്കാം. ഞാൻ ഇങ്ങനെ വയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമുക്കൊരു നനഞ്ഞ തുണി കൊണ്ട് ഇത് കവർ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ ബൺസ് പൊങ്ങി വരട്ടെ. ഇവിടെ ഞാനൊരു നോൺ സ്റ്റിക്ക് കടായി ചൂടാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. നല്ല ഗ്ലാസ് ലിഡോട് കൂടിയിട്ടുള്ള കടായി തന്നെയാണിത്. ഈ കടായിലാണ് ഞാൻ ബണ്ണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് നമ്മുടെ കടായി ചൂടായി വരട്ടെ. ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും ഉപ്പോ മണലോ ഒന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ വെക്കുകയാണേ. നമ്മുടെ ബൺസ് ഒന്നുകൂടെ വലുതായിട്ടുണ്ട് അല്ലേ? 10 മിനിറ്റായി. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റാണിത്. ഈ എഗ് വൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഒന്ന് എഗ് വാഷ് ചെയ്യുകൂടെ ചെയ്യാം. ഒന്നുകൂടെ ഒരു ഗ്ലോസി ആയിട്ട് വരും കേട്ടോ നമ്മുടെ ബണ്ണിൻ്റെ മുകൾ ഭാഗം. അതിന് വേണ്ടിയിട്ടാണ് എഗ് വാഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബണ്ണ് പാനിലോട്ട് മാറ്റാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15-20 മിനിറ്റ്. അത് ഓരോരുത്തരുടെയും പാനിനനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മിക്സിനനുസരിച്ചിട്ട് ഇരിക്കും. 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും. അതിനുശേഷം നമുക്ക് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുകയൂടെ വേണം. നമ്മുടെ ബണ്ണ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഗ്ലോസി ആവുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം. ഇനി ഒന്നുകിൽ നമുക്ക് ഈ ബണ്ണ് തിരിച്ചിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ നിറാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രൈങ് പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പാൻ തുറക്കാം. ഇനി ഈ ഫ്രൈങ് പാൻ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ ഫ്രൈങ് പാനിൻ്റെ ചൂട് മുകളിൽ നിന്ന് താഴോട്ട് വരട്ടെ. 10 മിനിറ്റിന് ശേഷമാണിത് നമ്മുടെ ബണ്ണ് നല്ല ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുള്ള നമ്മുടെ സ്റ്റഫ്ഡ് ബൺസ് ആണിത്. ഇനി നമുക്ക് നമ്മുടെ ബൺസ് അൺമോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് കൂടെ വേവിച്ചെടുക്കാം. ഇങ്ങനെ അൺമോൾഡ് ചെയ്തെടുത്ത ബണ്ണാണ്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒന്നുകിൽ ഒരു വയർ റാക്കിൽ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. നമ്മുടെ ബണ്ണ് ഇരുന്നിട്ട് തണുത്ത് വരട്ടെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബഞ്ച് സ്റ്റഫ്ഡ് ബൺസാണിത്.
ബൺ അത്രയും സോഫ്റ്റ് ആട്ടോ, കണ്ടോ? നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തിരിച്ച് അതുപോലെ വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് എല്ലാ ബണ്ണും തന്നെ. നമുക്ക് ജസ്റ്റ് ഈ ബൺസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ. നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കിയെടുത്ത ബൺസാണ് കേട്ടോ അത്, ഓവനിലൊന്നുമല്ല. നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ബൺസൊക്കെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള സ്റ്റഫ്ഡ് ബൺസ് റെഡി ആയിട്ടുണ്ട്. ബീഫ് ഫില്ലിങ്ങോടുകൂടി സ്റ്റൗ ടോപ്പിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ള സ്റ്റഫ്ഡ് ബൺസാണിത്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റോടുകൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ ഇത്. ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും വീഡിയോസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. റമളാൻ കരീം.